ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചക്കപ്പുഴുക്ക് ഇഷ്ടമല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് ചക്കപ്പുഴുക്കിൻ്റെ വീഡിയോ ആക്കിയാലോ. ഞങ്ങൾക്ക് അയലക്കത്തുനിന്ന് ഒരു കഷ്ണം ചക്ക കിട്ടി. എന്നാൽ പിന്നെ ചക്കപ്പുഴുക്ക് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും അമ്മയും ചക്ക നന്നാക്കാനിരുന്നു. ഞങ്ങൾക്ക് ഈ വർഷം ആദ്യമായിട്ട് കിട്ടിയ ചക്ക കേട്ടോ. ചക്കയുടെ സീസൺ ആവണല്ലേ ഉള്ളൂ. ചക്ക തിന്നാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ചക്ക നന്നാക്കേണ്ട കാര്യം ആലോചിക്കുമ്പോൾ മടി തോന്നും. കാരണം ഒളിഞ്ഞും വെളിഞ്ഞും ഒക്കെ കയ്യിലാവും. അരിഞ്ഞെടുത്ത ചക്ക കഴുകി വൃത്തിയാക്കി ഒരു മൺചട്ടിയിലെടുത്തു. ഇനി ഇതിലേക്ക് ഓരോ സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പാകത്തിന് ഉപ്പ്, പിന്നെ സ്വല്പം കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഉറ്റിച്ച് ചക്ക വേവാൻ വേണ്ട വെള്ളം ഒഴിച്ച് അടച്ച് വേവിക്കുക. ചക്കപ്പുഴുക്ക് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ചക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള അരപ്പ് നമുക്ക് എടുക്കാം. ഈ ചേരുവകളെല്ലാം കൂടി നമുക്ക് മിക്സി ജാറിലോ അല്ലെങ്കിൽ അരക്കല്ലിലോ വെച്ച് ഒന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ചക്ക നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം പാകത്തിന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നന്നായി കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വാങ്ങി വയ്ക്കാം. നമ്മുടെ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നോണിൻ്റെ കൂടെ അല്ലാതെയോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.